നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് ആണ്. ഇപ്പൊ ലൈവ് കണ്ടവർക്കറിയാം, ജാസ്മിൻ കൺഫെഷൻ റൂമിലാണ്. കൂടെ 2 തോഴിമാരുണ്ട്. ഒന്ന് രശ്മിനും മറ്റത് അപ്സരയും. പിന്നെ നമ്മൾ ജാസ്മിൻ ഫാനല്ല, ഗബ്രി ഫാനല്ല, അവിടെ ആരുടെയും ഫാൻ ആവാനുള്ള സിറ്റുവേഷൻ ഇതുവരെ ആരും ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഹെയ്റ്റും ഇല്ല, കാണുന്ന സംഗതികൾ പറയുന്നു മാത്രം. ഇന്നലെ പറഞ്ഞ വിഷയത്തിൽ 2 പേരും ഈക്വൽ പ്രശ്നക്കാരാണ്. അപ്പൊ 2 പേർക്കും ഈക്വൽ ആയിട്ടുള്ള ശിക്ഷ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള നീതിയാണ് കിട്ടുന്നത്. അവിടെ ഈക്വൽ ആയിട്ടല്ല പോയിട്ടുള്ളത്. ജാസ്മിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇന്നലെ എപ്പിസോഡ് മുഴുവൻ എടുത്തതും. ഇന്നും ഇപ്പോഴും അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, മൈക്കിടാത്ത പ്രശ്നത്തുമ്പിൽ ജിൻഡോ പോയി ജാസ്മിനോട് ചോദിക്കുന്നു. ആക്ച്വലി ജിൻഡോ ജാസ്മിനോട് ചോദിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ മെയിൻ കാരണക്കാരൻ സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി തന്നെയാണ്. സായി തിരികൊളുത്തി വിട്ടതാണ്. സായിയാണ് പോയി പറഞ്ഞെന്നുള്ള കാര്യം നന്ദന അവിടെ ചെന്നിട്ട് സിബിനോട് പറഞ്ഞു. കാരണം വെച്ചാൽ സിബിനും ഋഷി അവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം വെച്ചാൽ സായിനാണ് അതിന്റെ പുറകിലുള്ളത് എന്നുള്ളത്. കാരണം അവിടെ നിന്ന് ആ പ്രശ്നം, ഇന്നിപ്പോ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പ്രശ്നം, എല്ലാ പ്രശ്നത്തിന്റെയും ആണിക്കല്ല് അല്ലെങ്കിൽ പ്രശ്നക്കാരൻ ഇവിടുന്ന് പോയ ചങ്ങാതി തന്നെയാണ് സീക്രട്ട് ഏജന്റ്. അവന്റെ ആ ഒരു വർത്താനാണ്. അവൻ ബിഗ് ബോസിന്റെ നിയമം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ്. പക്ഷെ അത് അവന്റെ ഗെയിം ആയിരിക്കാം. എന്ത് കുന്തഞ്ഞ് കയ്യിൽ നിന്ന് പോയെന്നറിയില്ല, ഗെയിം ആയിരിക്കാം എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ, അവൻ ഒരു എന്താ പറയുക, ജാസ്മിൻ സപ്പോർട്ടർ എന്നുള്ള കണ്ടീഷനിൽ അവളോട് പറഞ്ഞു കൊടുത്തിട്ട്, അതായത് അവളെ മുന്നിൽ ജാസ്മിൻ സപ്പോർട്ടർ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് അവൾ വിശ്വസിക്കാനുള്ള കാരണം വെച്ചാൽ അവരും പുറത്തുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അവൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവൾ സ്വാഭാവികമായിട്ടും ഞെട്ടിപ്പോയി. ആ ഒരു ഇഷ്യൂ ഇവളെ കംപ്ലീറ്റ് ആയിട്ട് തകർത്തു. അവൾ തകർന്നു, ഗബ്രി തകർന്നു, ഒരു റിലേഷൻഷിപ്പ് തകർന്നു. തിരിച്ചു വരുമായിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും അവളിപ്പോൾ പുറത്തു പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും സായി അവിടെ പറയുന്നുണ്ട്, ചിലക്കാതെ പോകാൻ പറ, മൈക്കിടാൻ പറഞ്ഞ് ഇത്രയധികം നിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനും എന്നെ വിചാരിക്കുന്നത്, മൈക്കിടാൻ പറഞ്ഞ ഇഷ്യൂവിന് ഇത്ര വലിയ ഇഷ്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവർ തമ്മിലുള്ള പ്രോബ്ലം അതല്ല. നമ്മളെ ഇന്നിപ്പോൾ ഈ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവുന്ന സംഗതി എന്താ വെച്ചാൽ, അവിടെ ആക്ച്വലി ഇഷ്യൂ ഉള്ളത് ജാസ്മിനല്ല. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി കുറെ കരഞ്ഞു, കുറെ അലമുറട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല കേട്ടോ അവിടുത്തെ ഇഷ്യൂ. അവിടെ ഭയങ്കര ജാസ്മിൻ ആ ഒരു സംഗതി സമ്മതിക്കണം. കാരണം ബിഗ് ബോസ് വരെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചു. ഇതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഗബ്രി എന്നുള്ളൊരു ചങ്ങായിനെ അത്രയും, നമ്മൾ ഗബ്രി ഫാനായിട്ടല്ല കേട്ടോ, പക്ഷെ കണ്ട കാര്യം പറയാനുണ്ടല്ലോ. ഇവർ 2 പേരും കുറ്റക്കാരനാണ്. അവനത്ര നല്ല ചങ്ങായിട്ടോ നമുക്ക് അത്രയും താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ഇത്രയധികം അവനെ ക്രൂശിച്ചിട്ട് അവൻ്റെ മോറൽ സൈഡ് പോലും മോശമാക്കി കൊണ്ടുപോയിട്ട് ഉള്ള സിറ്റുവേഷനിൽ അവൻ അത്രയധികം തകർന്ന് മുണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ അവനെയാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അവനാണ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണ്ടത്. അവനാണ് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സപ്പോർട്ട് വേണ്ടത് അവനാണ്. മാനസികമായിട്ടുള്ള സപ്പോർട്ട് വേണ്ടത് അവനാണ്. കാരണം വെച്ചാൽ അവൻ്റെ ഇരുത്തം കണ്ടു കഴിഞ്ഞാലാണ് ആൾക്കാർക്ക്, അതിൻ്റെ ഉള്ളിലുള്ളവർക്ക് വരെ പേടിയാവുന്നത്. കാരണം വെച്ചാൽ അത്രയും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു മുണ്ട പോലും ചെയ്യാതെ, ഭക്ഷണം പോലും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാണ്ടിരിക്കുന്ന ഗബ്രീനെ കൺഫെഷൻ റൂമിൽ വിളിക്കാതെ ജാസ്മിനെ അപ്പോൾ നമ്മളെ മറ്റേ ഇയാളെന്താ പറയുക, ബിഗ് ബോസ് അണ്ണൻ പോയിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. വരുന്നില്ല എന്ന് കണ്ട സമയത്ത് 2 തോഴിമാരെയും കൂട്ടി വരാൻ പറഞ്ഞു. അവൾ അതിൻ്റെ ഉള്ളിൽ പറ്റുന്നില്ലെങ്കിൽ പോകണം. ഈ പറ്റാത്തവരൊക്കെ എന്തായാലും ഉള്ളിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ മാനുഷിക പരിഗണനയും കാര്യങ്ങളൊക്കെ ഓക്കെ, നമ്മൾ മാനുഷിക പരിഗണന സത്യം തന്നെയാണ്, ഒരു പ്രഷർ കുക്കറും പരിപാടിയും കാര്യങ്ങളൊക്കെ. പക്ഷെ വെറുതെ എന്തല്ലല്ലോ, പൈസ കിട്ടിയിട്ടാണ്, ഫെയിമാണ്. ജാസ്മിൻ ജാഫറിന്റെ പേരൻസിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത മകളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കണം സീരിയസ് ആയിട്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ. അല്ല അവർക്ക് അവരെ മകളെന്താ കാണിക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് അറിയുള്ളൂ. നമ്മളവിടെ വേണ്ടപ്പെട്ട ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഈ രീതിയിൽ പോയി കഷ്ടപ്പെടുന്ന സമയത്ത് പൈസയും പണവും ഫെയിമൊക്കെ പിന്നീട് ഉണ്ടാവും. പണത്തിൻ്റെയും ഫെയിമിൻ്റെയും പിന്നാലെ കംപ്ലീറ്റ് ഓടിക്കഴിഞ്ഞാൽ ഇതാവും അവസ്ഥ. അപ്പോൾ ഇത് നിർത്തിയിട്ട് അവർ തിരിച്ചു വിളിക്കാൻ പറ്റണം. അതേപോലെ തന്നെ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെന്നുണ്ടെങ്കിലും ക്വിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകണം. പക്ഷെ ബിഗ് ബോസ് വിടില്ല. കാരണം ബിഗ് ബോസ് ഇവരെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ TRP കൂട്ടും. ഇത് എന്ത് ഹൗസാണ് ബിഗ് ബോസ്? രാവിലെ തൊട്ട് 2 ആളുടെ പ്രശ്നം തീർക്കാനായിട്ടും ഒരാൾ ഇങ്ങനെ കരഞ്ഞു മെഴുകാൻ തന്നെ പറയാം, കരഞ്ഞു മെഴുകുന്നതും ചെറിയ ഇഷ്യൂലൊക്കെ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഈ കണ്ടന്റ് ഇത് മാത്രം ഇവിടുന്ന് ഒരാഴ്ച. കാരണം എനിക്ക് ജിൻഡോനെയാണ് ചോദിച്ചു പോകുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് ഇത് ക്ലിയർ കണ്ടന്റ് ആണ്, കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒരാഴ്ച ഈ കണ്ടന്റ് ഓടുന്നത്. അപ്പം എന്താ വെച്ചാൽ ഈ കണ്ടന്റ് ഓടുന്ന സമയത്ത് എല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു ജാസ്മിൻ ജാഫറിന് വേണ്ടിയിട്ട് മാത്രമാണോ ബിഗ് ബോസിന്റെ ഷോ ഉണ്ടാക്കിയിട്ടുള്ളത്? കംപ്ലീറ്റ് കാര്യങ്ങൾ ശരിയാണ്. മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുന്നേ ആയിരിക്കാം, മാനസിക പരിഗണനയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം. പക്ഷെ വെറുതെ ഒന്നല്ല, ഞാൻ പറഞ്ഞത് ഒരു ഗെയിം ഷോയ്ക്ക് പോയതാണ്. പിന്നെ അവനെ ഉണ്ടാക്കി വെച്ച സംഭവമാണ്, വേറെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ക്രിയേറ്റ് ചെയ്ത സംഭവമല്ല. ഇത് അവിടെ ചെന്ന് അവനാൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മെയിനായിട്ട് ഞാൻ പറയുന്നതാണ്, പുറത്ത് കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്നൊരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാണിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ പ്രശ്നമാവും. അതൊക്കെ ഈ ലോകത്തെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ ഇഷ്യൂ ആവാതിരിക്കുമോ? അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഗബ്രി നീഡ്സ് മെഡിക്കൽ സപ്പോർട്ട്. പക്ഷേ കൊടുക്കുന്നത് ജാസ്മിനാണ്. ഇപ്പോഴും ഏഷ്യാനെറ്റ് വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ മോളും നിൻ്റെ മോൾ ഷൈനും എല്ലാവരും ബിഗ് ബോസും എല്ലാവരും കൂടി എന്തൊക്കെയോ മാനസിക സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജാസ്മിനാണ്. എന്താ കാരണം? ജെൻഡർ ഇക്വാലിറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അവൻ ആണായതുകൊണ്ടാണോ? അവൻ കരയാത്തതുകൊണ്ടാണോ? അവൻ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണോ? നമ്മൾ ജബ്രി ഫാനായിട്ടല്ല കേട്ടോ.
ജബ്രി അല്ല, നമ്മൾ ഗബ്രീന്റെ ഫാനായിട്ടല്ല, പക്ഷെ എന്തുകൊണ്ടോ ആ ചെറുപ്പക്കാരനാണ് ഒരു മാനസിക സപ്പോർട്ട് വേണമെന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് തോന്നുന്നു. ഞാൻ തോന്നിയിരിക്കുന്ന സമയത്ത് തന്നെ നേരെ സിബിൻ ചെന്ന് സംസാരിക്കണം. സിബിൻ പറഞ്ഞു ദിസ് ഗൈ നീഡ്സ് മെഡിക്കൽ സപ്പോർട്ട് എന്ന്. അവനാണ് മെഡിക്കൽ സപ്പോർട്ട് വേണ്ടത്, അവൾക്കല്ല. അതിനുള്ള എല്ലാവരും പറഞ്ഞു ഒരേപോലെ പറഞ്ഞ സംഭവമാണ്. പിന്നെ ഗബ്രിക്കാണ് മെഡിക്കൽ സപ്പോർട്ട് വേണ്ടത്. പക്ഷെ ബിഗ് ബോസ് വിളിപ്പിക്കില്ല. ബിഗ് ബോസിന് ഗബ്രീനെ ബലിയാടാക്കണം, ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതന്നെയാണ് അവിടെ വേണ്ടത്. പറയുന്നത് എന്താ വെച്ചാൽ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഒരു രക്ഷയില്ലട, നിന്നെ പറയാതിരിക്കാൻ വയ്യവനെ. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് ജാസ്മിന്റെ ഫ്രണ്ട് ആവുക അല്ലേ, പുറത്തുനിന്ന് ജാസ്മിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിലൊക്കെ എല്ലാത്തിലും കയറി ഇടപെടുക, അതൊക്കെ എടുത്ത് പുറത്ത് വീഡിയോ ആക്കിയിട്ട് അവൻ അരി എന്ന് പറയുന്ന സംഭവം ആക്കിയിട്ട് എല്ലാവരെയും അറിയിക്കുക. ഓക്കെ, ഒന്നത്. രണ്ടാമത് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നു, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് കഴിഞ്ഞിട്ട് ഈ പുറത്ത് നടക്കുന്നവരെ അതൊക്കെ കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ചെന്ന ഉടനെ ഏത് രീതിയിൽ നെറുന്തലയ്ക്ക് അടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഫുള്ള് പറയുക. ഇനിയിപ്പോൾ അത് ഗെയിം ആണെങ്കിലും അല്ലെങ്കിലും ഗെയിമാണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ പറയുന്ന സ്വഭാവം അവിടെ പറയുന്ന സ്വഭാവം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും മനുഷ്യന് ജമ്മത്ത് മാറ്റാൻ പറ്റില്ല. നേരെ ചെന്നുടനെ ജാസ്മിനോട് വള്ളി പുള്ളി വിടാതെ ഇവിടെ പുറത്ത് നടന്നിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് കറക്റ്റായിട്ട് പരദൂഷണം തന്നെ സംഗതി അവിടെ പോയാണ് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞതിന് ശേഷം ഒന്നുമല്ല 2 പ്രാവശ്യം തളർത്തി, അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നടന്നിട്ട് ഓരോരുത്തരോട് തന്നെയാണ് സായി അവിടെ ചെന്നിട്ട് കാണിക്കുന്നത്. ഇവിടെ നിന്ന് അവിടെ പറയുന്നത്, അവിടെ ഉള്ള ഇവിടെ പറയുന്നത്. എന്നിട്ട് ഗെയിം സ്ട്രാറ്റജിയാണ്, മൈൻഡ് ഗെയിമാണ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, നല്ല ഗെയിം തന്നെ കേട്ടോ, ഓരോരുത്തരുടെ ക്യാരക്ടറാണ് പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു പ്രശ്നം അവനാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്ത് എന്നാടാ അറ്റ്ലീസ്റ്റ് അവിടെ പോയിട്ട് സംസാരിച്ചിട്ടൊന്ന് കോംപ്രമൈസ് ആക്കുന്ന രീതിയിൽ കാണിക്കല്ല. അവിടെ ഇരുന്നിട്ട് പറയുക ചിലക്കാണ്ട് പോവുക. അവർക്ക് അവരുടെ വർത്താനം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിയാണ്, ബാക്കിയുള്ളവരൊന്നും ഒരാൾ വരും. ഇപ്പൊ ജിൻഡോ ആ രീതിയിൽ പെരുമാറുന്നുണ്ട്, ജിൻഡോ ഉണ്ട്, പിന്നെ സായി, ഇവരെ വെച്ച് ബാക്കി എല്ലാവരും അറ്റ്ലീസ്റ്റ് ചെന്നിട്ട് ഇവർ രണ്ടുപേരെയും കൺഫ്രണ്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സമാധാനിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഷോ പറഞ്ഞാൽ മൈക്കടത്തിന് ഇത്ര വലിയ ഷോന്റെ ആവശ്യമില്ല, ചിലക്കാണ്ട പോകാൻ പറയാം. എന്താ അറിയില്ല, സായിക്ക് പിന്നെ അറിയാലോ പുറത്ത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിച്ചുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം സായിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. കാരണം സായി ഇവിടുന്ന് പോയ ആളാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തല്ല. അപ്പോൾ സായിക്ക് അറിയാം ജാസ്മിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലാണ് സ്വാഭാവികമായിട്ടും അത് പ്രശ്നം വരിക എന്നുള്ളത്. അല്ല, ആരും സപ്പോർട്ട് ചെയ്യണമെന്നല്ല കേട്ടോ, എല്ലാവരും അവിടെയും ഗെയിം കളിക്കാൻ വേണ്ടി പോയിന്. അതിനെ ഞാൻ പറഞ്ഞത് ജാസ്മിൻ ജാഫറിന്റെ കുടുംബം തിരിച്ചു വിളിക്കുക മകളെ, അല്ലാന്നുണ്ടെങ്കിൽ പണം മാത്രം മതി, ഫെയിം മാത്രം മതി. പിന്നെ നാട്ടുകാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല. ഈ കരച്ചിലും വിളിച്ചിലും നിലവിളിയും കണ്ടുകൊണ്ടിരിക്കാൻ ഒരാൾക്കും താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും ഇപ്പോൾ രാവിലെ തൊട്ടിട്ട് പിന്നെ ലൈവ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ കംപ്ലീറ്റ് മോങ്ങലും പിഴിയലും, എന്നെ കൊണ്ട് പറ്റുന്നില്ല, സാധിക്കുന്നില്ല, എന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ പോകണം. എന്തിനാ വെറുതെ? എത്ര ആൾക്കാരുണ്ട് പുറത്ത്, അല്ലെങ്കിൽ അപ്പുറത്ത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള എത്രയോ ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിൽ ഇരിക്കുന്നുണ്ട്. എത്രയോ ആൾക്കാരുണ്ട്. ആ പൂജ, രശ്മിൻ, അപ്സരയൊക്കെ ഇതിന്റെ വാലായിട്ട് കിടക്കല്ലേ എന്നൊരു ദിവസം. സമയമാണ്, ടൈം ഇസ് മണി, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമയം കളയാതെ ജാസ്മിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസെ ജാസ്മിനെ പറഞ്ഞു വിട്, അടുത്തൊരാളെ നോക്ക്, ദത്തുപുത്രിയായിട്ട് എടുക്കാൻ നോക്ക്. അല്ലാണ്ട് സ്ഥിരമായിട്ടൊരു ദത്തുപുത്രി ജാസ്മിൻ മാത്രം പോരല്ലോ. മടുത്തു ജനങ്ങൾക്ക് കണ്ട് മടുത്തു. എന്നെ സംബന്ധിച്ച് മടുത്തു. നമ്മുടെ കമന്റ് ബോക്സിലും പേഴ്സണലി ഒക്കെ കോൺടാക്ട് ചെയ്യുന്നവർക്കൊക്കെ അത്രേ പറയാനുള്ളൂ. മടുത്തു, ജബ്രി മടുത്തു, ജാസ്മിന്റെ നാടകം മടുത്തു, ഗബ്രീന്റെ നാടകം മടുത്തു. പറഞ്ഞയക്കും, എന്നിട്ട് വേറെ വല്ല രീതിയിലും ബാക്കിയുള്ളവർക്കും കൂടി അവസരം കൊടുക്കും. നിങ്ങൾ 19 പേരെ ഒരുപോലെയാണ് കണ്ടതെങ്കിൽ